ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ചോക്ലേറ്റ് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നോക്കാം നമുക്കതിന് എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇനി ഒരു പാത്രത്തിലേക്ക് 250 ml കൊള്ളുന്ന 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഒരു 4 സ്പൂൺ കൊക്കോ പൗഡറും കൂടി നമ്മൾ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വേണ്ടത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6 സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ പാത്രം തന്നെ അടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം മിൽക്ക് മെയ്ഡ്, പാല്, പഞ്ചസാര ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇനി പഞ്ചസാര ഒരു 4 സ്പൂണോളം ഇട്ട് കൊടുക്കാം. 4 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചെറിയ രീതിയിൽ തീ കത്തിച്ചാൽ മതി. നന്നായിട്ട് കണ്ടില്ലേ, ഇളക്കി കൊടുക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ ചോക്ലേറ്റ് ക്രീം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കണം. ഇപ്പോൾ ഏകദേശം എല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ജാറെടുത്ത് അതിലേക്ക് ഫ്രഷ് ക്രീം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 5 സ്പൂണോളം ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചൂടാക്കിയെടുത്ത നമ്മുടെ മിക്സ് അതും കൂടി ഈ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ കുറേശ്ശെയായി എല്ലാം നമ്മളൊന്ന് അടിച്ചെടുത്ത് എല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ഈ മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അത് പകുതിയോളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കപ്പലണ്ടി പൊടിച്ചതും കൂടെ വിതറി കൊടുക്കാം. കപ്പലണ്ടി പൊടിച്ചതും കൂടി വിതറി കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മിക്സും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മളത് അടച്ച് ഒരു 8 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഒരു 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ 8 മണിക്കൂർ കഴിഞ്ഞു. അതിന് ശേഷം എടുത്തുള്ളാണത് ഐസ്ക്രീം നമ്മുടെ സൂപ്പറായി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീമാണ്. കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, സൂപ്പറായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.